ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സുകളൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി നമുക്ക് ഒരു വർഷം വരെ കേടുകൂടാതെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സീസൺ ടൈമിൽ കിട്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്തു വെച്ചാൽ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ പുഡിങ്ങുകൾ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. ഒരു വലിയ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. 1 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഇതിൽ സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. സ്ട്രോബെറി ഇതിലേക്ക് ഒരുപാട് നേരമൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഇടുമ്പോൾ ഈ ഒരു ഞെട്ടി പൊട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇതിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല പോലെ ഈ ഒരു വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മളിതിൽ വിനീഗറും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് വേറൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കഴുകിയിട്ട് വാര വയ്ക്കുക. ഇതിപ്പോൾ ഒരുപാട് നേരം സോക്കാവാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിട്ടിട്ട് വേഗം തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മുന്തിരി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ടിഷ്യൂ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുക. ടേബിളിന് മുകളിൽ തന്നെ ടിഷ്യൂ വിരിച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള സ്ട്രോബെറി നിരത്തി കൊടുക്കുക. ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് മുകളിലും ഒരു ടിഷ്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ടിഷ്യൂ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് തുണിയിൽ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളമൊന്ന് നന്നായി ഒപ്പിയെടുക്കുക. ഇനി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അല്ലെങ്കിൽ ഒരു പരന്ന വലിയൊരു ട്രേയിലോ ഒന്നും തൊടാതെ ഇതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല പോലെ ഐസാക്കി എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക. അതുപോലെ ഫ്രീസ് ചെയ്തെടുത്തതാണ് ഞാനിത്. ഞാൻ കുറച്ച് മുന്നേ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത് വെച്ചതാണ്. ഞാനിതുപോലെ സീസണിൽ കിട്ടുമ്പോൾ ചെയ്താൽ നോമ്പിനൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാനും ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. ഒരുപാട് നാളായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് വെക്കാറുണ്ട്. ഇനി നമുക്കൊരു സിബ്ലോ കവറിലേക്ക് മാറ്റാം. ഇപ്പോൾ എടുക്കുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ മുന്നൊക്കെ ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിബ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് പുറത്ത് വയ്ക്കുക. എല്ലാം കൂടെ എടുത്ത് പുറത്ത് വെച്ചാൽ പിന്നെ ഐസ് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോർ ചെയ്യുന്നത് അത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും എത്രയാണോ ആവശ്യം അത് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഒരു ജ്യൂസറിലേക്ക് സ്ട്രോബെറി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗം ചെത്തിക്കളയണം, എന്നിട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്കാൻ. ഇപ്പം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ഐസ് ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടും ഫില്ല് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ജ്യൂസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ട്രോബെറി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലും സെറ്റ് ചെയ്തെടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി എടുക്കാം.
എന്നിട്ട് അത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് സിബ്ലോ കവറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇതാ ഇപ്പം നല്ല രീതിയിൽ ഐസായി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് ആക്കിയിട്ടൊന്ന് പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സിബ്ലോ കവറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇത് അതിലിട്ട് കൊടുക്കുക. 1-2 ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരവും ഇട്ടിട്ട് ജ്യൂസാക്കി എടുക്കാം. സീസണിൽ കിട്ടുമ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സീസൺ അല്ലാത്ത സമയത്തും ഉപയോഗിക്കാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ മാങ്ങി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സിബ്ലോ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് കാലം എടുത്തു വെച്ചാലും കേടൊന്നും വരില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് സിബ്ലോ കവർ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ കണ്ടെയ്നറുകളിലാക്കിയിട്ട് വെച്ചാലും മതി. ഇനി അടുത്ത മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് അതിനടിയിൽ ടിഷ്യൂ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ സ്ട്രോബെറി വെച്ച് കൊടുക്കണം. അതിന് മുന്നേ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഒരാഴ്ച വരെയൊക്കെയാണ് ഈ രീതിയിൽ വെക്കുന്നത്. അതിലും കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ശരിയാവില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി ഇടുന്ന വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക. എന്നിട്ട് പിന്നെ ഇതിന് മുകളിൽ ഒരു ടിഷ്യൂ വിരിച്ച് കൊടുക്കുക. ബോക്സ് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അടുത്ത രീതി നമ്മൾ സ്ട്രോബെറി പ്യൂരിയാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വലിയ പീസായിട്ടോ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അടി കട്ടിയുള്ളൊരു പാനിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല. അതിലേക്ക് ഒരു 1/2 കപ്പിലും 2 ടേബിൾ സ്പൂൺ കുറവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സ്ട്രോബെറിക്ക് അനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടിയെടുക്കണം. ഇന്ന് പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവ് ആയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള ഒരു ലെമണിൻ്റെ ജ്യൂസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായി മെൽറ്റായി വരുമ്പോൾ ഇത് കുക്കാവാനുള്ള സിറപ്പ് അതിൽ നിന്ന് തന്നെ വരും. വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, തനിയെ തന്നെ സിറപ്പ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വേവാനുള്ള അത്രയും നമുക്കിതിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഒരു 8-10 മിനിറ്റ് പിടിക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം ഇത് പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് കേക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയും കൂടി ഒരു ക്രീമി ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോബെറി അരച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക. നല്ല പോലെ അരച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. അതുമാതിരി കളറും നല്ല പോലെ കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്തതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നല്ല രീതിയിൽ കുക്കായിട്ട് ഞാനിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ചെറിയ ചെറിയ പീസസ് ഒന്നും ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂൺ വെച്ചിട്ട് എടുക്കരുത്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രോബെറിയുടെ സീസണാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രോബെറി സീസണൊക്കെ ആകുമ്പോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് റെസിപ്പീസൊക്കെ ഇതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഈ 4 രീതികളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.